അതെ, ഇന്ന് രാവിലെ ചായൻ്റെ കടിയിലേക്കുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് അടുക്കളയിൽ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാട്ടോ കുളിച്ച് അടുക്കളയിലേക്ക് പോയത്. അങ്ങനെ ഓരോന്ന് ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഉണ്ണിയാർച്ചറ മുടിക്കെട്ടുമായിട്ട് പാത്തുമ്മയുടെ വരവ്. സാധാരണ ഒരു വിളിക്ക് രണ്ട് വിളിക്കൊന്നും എണീക്കില്ല കേട്ടാ. ഇത് വെള്ളയപ്പാണ് എന്നുള്ളത് കേട്ടോണ്ട് മാത്രം ചാടി എണീറ്റ് വന്നിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് ഒരു ചോദ്യമാണ്, അമ്മ ഞാൻ ഒരു അപ്പം ചുടട്ടേന്ന്, ഒന്നേ ചുടുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാനും വിചാരിച്ച് ചെയ്തോട്ടേന്ന്. ശ്രദ്ധിച്ച് ചെയ്തോ, കൈ പൊള്ളൂ എന്നുള്ള മുന്നറിയിപ്പും കൊടുത്ത് ഞാൻ മെല്ലെ പച്ചക്കറി അരിയാനായിട്ട് മാറി നിന്നോടത്തെ. അങ്ങനെ ആള് അപ്പം പൂ പോലെ തന്നെ ഉണ്ടാക്കി. ഗ്യാസ് സ്റ്റൗവിലേക്ക് അപ്പച്ചട്ടി വെക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ഗ്യാസ് ഓഫായി ഗായ്സ്. കാരണം എന്താ പറയുക, ഞങ്ങളതൊരു പ്രത്യേക തരം ഗ്യാസ് സ്റ്റൗവാണ്. സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അത് ഓഫായിട്ടുണ്ടാവേ. എന്നാലും പാത്തു അത് വീണ്ടും കത്തിച്ച് അപ്പച്ചട്ടി മൂടി വെച്ച് അപ്പം വേവിച്ചെടുത്തേ. അങ്ങനെ നമ്മൾ പാത്തുമ്മടെ പൂ പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആൾ വിട്ടില്ല, വീണ്ടും അപ്പം ഉണ്ടാക്കാൻ നിന്ന്. പക്ഷെ വേറൊരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കിയത് എന്നുള്ളേ. പണ്ടില്ലേ, അല്ല ഇപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പമുള്ള ദിവസം അമ്മ അതേപോലെ സ്പെഷ്യലായിട്ട് ഈ അപ്പം ഉണ്ടാക്കി തരിക. വേറെ ഒന്നും ചെയ്യാനില്ല, ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിൽ കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കും. അത് പാത്തുമ്മയ്ക്ക് കോഴിമുട്ടയുടെ ഉണ്ണി ഇഷ്ടമല്ലാത്ത കാരണം അവൾ കുത്തി ഇളക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാ പോലെ ഉണ്ണിയോടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത്തിരി കുരുമുളകും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി നല്ല ഭംഗിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ പൊന്തിയിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം ഒന്ന് സെറ്റായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ തിന്നാനുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. വെള്ളയപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.